ഇതിനായി 5 കോടിയോളം രൂപ നിക്ഷേപം സ്വീകരിച്ചു. ഓൺലൈൻ ട്രേഡിംഗിൽ അമിതലാഭം പ്രതീക്ഷിച്ച് കോടികൾ നിക്ഷേപിക്കുകയും ചെയ്തു. പിന്നീട് പണം നഷ്ടമായതിനെ തുടർന്ന് നിക്ഷേപം സ്വീകരിച്ച യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചതിൽ 5 പേരെ എടവണ്ണ പോലീസ് പിടികൂടി. നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. ഓൺലൈൻ ട്രേഡിംഗിൽ അമിതലാഭം പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ നിക്ഷേപിക്കുകയും പിന്നീട് പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിക്ഷേപം സ്വീകരിച്ച യുവാവിനെ തടവിൽ പാർപ്പിച്ച് ബന്ധുക്കളോട് വിലപേശൽ നടത്തുകയും ചെയ്ത 5 പേരെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവണ്ണ ഐന്തൂർ സ്വദേശികളായ മണ്ണിൽ കടവൻ അജ്മൽ, താനിയാട്ടിൽ ഷറഫുദ്ദീൻ, പത്തപ്പിരിയം സ്വദേശി ചെറുകാട് അബൂബക്കർ, കണ്ടാലപ്പറ്റ സ്വദേശി വലിയ പീടിയേക്കൽ ഷറഫുദ്ദീന്റെ തടിമില്ലിലെ ജീവനക്കാരൻ കണ്ടാലപ്പറ്റ വലിയ പറമ്പിൽ ബിബിൻ ദാസ് എന്നിവരെയാണ് എടവണ്ണ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ അസീസും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർ മാർക്കറ്റ്, ഓൺലൈൻ ട്രേഡിന്റെ ഭാഗമായിട്ട് നടന്ന ബിസിനസ്സിൽ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു യുവാവിനെ കുറച്ച് പേര് തട്ടിക്കൊണ്ടുപോയതായിട്ട് ഇന്ന് പുലർച്ചെ ബഹുമാനപ്പെട്ട SP അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശപ്രകാരമുള്ള മെസ്സേജ് കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും വണ്ടൂർ CI സാറും എടവണ്ണ സ്റ്റേഷനിലുള്ള മറ്റു ഉദ്യോഗസ്ഥരും കൂടി നിരന്തരമായി തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആളെ കണ്ടെത്തുകയും അതിന് കൂട്ടുനിന്ന 5 പേരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതിവരെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടുതൽ മറ്റാളുകൾ ആരെയും പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യുന്നതാണ്. ഇതിന് പ്രത്യേകമായിട്ട് മലപ്പുറം SP സാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നിയമിച്ചിട്ടുണ്ട്. പ്രതികളെ അറസ്റ്റിന് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കാളികാവ് ഐലാശ്ശേരി സ്വദേശിയായ 24-കാരൻ ഓൺലൈൻ ഷെയർ മാർക്കറ്റ് ട്രേഡിൽ പണം നിക്ഷേപിച്ചാൽ വൻ ലാഭം നേടിയെടുക്കാമെന്ന് പറഞ്ഞ് പ്രതികളിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപം വാങ്ങിയിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം 10,000 രൂപയാണ് വാഗ്ദാനം ചെയ്തത്. ആദ്യ മാസങ്ങളിൽ ലാഭവിഹിതം കൃത്യമായി നൽകിയിരുന്നു. പിന്നീട് പണം ലഭിക്കാതെ ആയപ്പോൾ പ്രതികൾ നിക്ഷേപ സംഖ്യ ആവശ്യപ്പെട്ട് യുവാവിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് യുവാവ് ഒഴിഞ്ഞുമാറുകയും ഇതോടെ പ്രതികൾ യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് തടങ്കിലാക്കാൻ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. ഇതിനായി ബിസിനസ് സംസാരിക്കാനാണെന്ന് പറഞ്ഞ് യുവാവിനെ അജ്മലിന്റെ ഐന്തൂരിലുള്ള വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. 26-ന് രാത്രി അജ്മലിന്റെ വീട്ടിലെത്തിയ പ്രതികൾ യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കൈവശപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ടു. യുവാവിന്റെ ബന്ധുക്കൾക്ക് സംശയം തോന്നാതിരിക്കാൻ ഇടയ്ക്ക് താൻ സുഹൃത്തിന്റെ വീട്ടിലാണെന്നും സുരക്ഷിതനാണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വിളിപ്പിച്ചു. യുവാവിൽ നിന്നും പണം ലഭിക്കാതെയായപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതികൾ യുവാവിന്റെ ഫോണിൽ നിന്നും ബന്ധുക്കളെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി. യുവാവ് തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും വിട്ടുകിട്ടണമെങ്കിൽ പണം വേണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനായി രാത്രി വണ്ടൂരിലേക്ക് വരാനും പറഞ്ഞു. യുവാവിന്റെ പിതാവും സഹോദരി ഭർത്താവും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ വണ്ടൂരിലെത്തിയപ്പോൾ പ്രതികൾ മറ്റൊരു സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഇതോടെ പരിഭ്രാന്തരായ ബന്ധുക്കൾ വണ്ടൂർ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ പോലീസും എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും ചേർന്ന് നടത്തിയ സമയോചിതമായ ഇടപെടലിൽ രാത്രി തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അബൂബക്കറിന്റെ സഹോദരന്റെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ താമസിപ്പിച്ച യുവാവിനെ കണ്ടെത്തിയപ്പോഴാണ് ബന്ധുക്കൾക്കും പോലീസിനും ആശ്വാസമായത്. പോലീസ് അജ്മലിന്റെ വീട്ടിലെത്താൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ പ്രതികൾ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടാലപ്പറ്റ ഷറഫുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള തടിമില്ലിലേക്കും അവിടെ നിന്ന് അബൂബക്കറിന്റെ സഹോദരന്റെ വീട്ടിലേക്കും യുവാവിനെ മാറ്റിയിരുന്നു. ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ തയ്യാറെടുക്കുമ്പോഴേക്കും സ്ഥലത്തെത്തിയ പോലീസ് വീട് വളഞ്ഞ് യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് യുവാവിന്റെ പരാതി പ്രകാരം പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടങ്കലിൽ വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ യുവാവിനെ സുരക്ഷിതമായി രക്ഷിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് പോലീസും ബന്ധുക്കളും. പലരിൽ നിന്നായി 5 കോടിയോളം രൂപ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ അജേഷ് കുമാർ, SI അബ്ദുൾ സമദ്, CPO വിനീഷ്, എടവണ്ണ സ്റ്റേഷനിലെ SI അബ്ദുൾ അസീസ്, ASI സുനിത, CPO ഷബീർ എന്നിവരും സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൾ സലീം, NP സുനിൽ, ആഷിഫ് അലി, നിബിൻ ദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്. മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം.